ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ നേടുന്നുണ്ട്. പക്ഷേ വീണ്ടും പാപത്തിൽ കുടുങ്ങി നട്ടം തിരിയുകയാണ്. എങ്ങനെ പാപത്തിൽ നിന്ന് കരകയറണമെന്ന് ഒരു ഐഡിയയുമില്ല. ചെയ്യുന്നത് പലതും തെറ്റാണെന്നറിയാം. പക്ഷേ ജയിക്കാനാകാത്ത വിധം ഈ പാപത്തിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവുകയാണ്. അതായത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തെ വിജയകരമായിട്ട് ജയിക്കാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ ദീർഘവർഷങ്ങൾ ആത്മീകമായി ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയാതെ വ്യക്തിപരമായി പല പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അവർക്കെങ്ങനെ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയും? ഇത് വളരെ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ്. ഇതിനെ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാപങ്ങളെ ജയിക്കണമെങ്കിൽ, ഒന്നാമത് പാപത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാകണം. എന്താണ് പാപം? പാപത്തിൻ്റെ സ്വഭാവം എന്താണ്? പാപത്തിൻ്റെ പ്രകൃതി എന്താണ്? രണ്ടാമത്തേത്, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാനായിട്ട് കഴിയും? ഇത് ഇപ്പം ജയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് പോലെ ജയിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ചിലർ പറയത്തില്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെയൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമല്ല. അങ്ങനെ അതിനുള്ള ഒരു കുറുക്ക് വഴി ആരുടെ കയ്യിലുമില്ല, എൻ്റെ കയ്യിലുമില്ല. നമ്മൾ ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് അവസരം തരുന്നെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്നോടൊപ്പം നിങ്ങളും ഈ ഒരു യാത്രയിൽ പങ്കാളിയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം വചനത്തിൽ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന അറിവുകൾ, പരിശുദ്ധാത്മാവ് നൽകി തന്ന അറിവുകൾ നിങ്ങളോട് തിരുവചനത്തിലൂടെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ഗൗരവമായി ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് നമ്മൾ 2-3 ദിവസങ്ങൾ യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതൊരു വചന പഠനമാണ്. കാരണം എൻ്റെ കഴിവുകൾ കൊണ്ടോ നിങ്ങളുടെ കഴിവുകൾ കൊണ്ടോ ഇതിനെ ഒരിക്കലും നമുക്ക് ജയിക്കാനായിട്ട് പറ്റില്ല. പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് പൊരുൾ തിരിച്ചു തരാത്രത്തോളം കാലം എനിക്കോ നിങ്ങൾക്കോ ഈ ഒരു കാര്യത്തെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് കഴിയത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതുക്കലായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട് നാം ഓരോരുത്തരും ആ വിശുദ്ധി ജീവിതത്തിൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായി, ഒരുപാട് ധൃതികളില്ലാതെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. താല്പര്യമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഭൗതികമായ യാതൊരു തരത്തിലുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ച കാര്യങ്ങളും അല്ല ഇത് തികച്ചും ആത്മീയമായ ഒരു കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞു പോകാനായിട്ട് പറ്റുന്ന ഒരു കാര്യവുമല്ല ഇത്. ഞാനും ഒത്തിരി ദൈവസന്നിധിയിലിരിക്കുകയും പഠിക്കുകയും പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്ത ആലോചനകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചും ഇത്രയും വിശദമായി വിവരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം. കാരണം അത്ര വ്യക്തമായിട്ടാണ് പാപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തി പാപത്തെ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാപപ്രവർത്തികളിൽ നിന്ന് അവൻ മോചിതനാകണമെങ്കിൽ പാപത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം അവനുണ്ടാകണമെന്ന് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു നല്ല ഡോക്ടർ രോഗിയുടെ രോഗലക്ഷണങ്ങളെയല്ല ചികിത്സിക്കുന്നത്, രോഗം കണ്ടെത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് തുടർച്ചയായി പനി വരുമ്പോൾ പനിക്കുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു. പക്ഷെ നല്ല ഡോക്ടറാണ് 1-2 കോഴ്സ് കഴിയുമ്പോൾ മറ്റ് പല ബ്ലഡ് ടെസ്റ്റുകൾക്ക് പറയും ഇത് വേറെന്തെങ്കിലും രോഗത്തിൽ നിന്നുള്ള പ്രശ്നമാണോ എന്നറിയാനായിട്ട്. ഓക്കെ, എന്നതുപോലെ പാപത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. റോമലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന 2 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 1 വാഴുന്ന പാപങ്ങൾ, 2 വസിക്കുന്ന പാപങ്ങൾ. എന്താണ് വാഴുന്ന പാപങ്ങൾ? അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ വാഴുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായതിനു ശേഷം അവൻ്റെ അവയവങ്ങളിൽ വാഴാൻ സാധ്യതയുള്ള
പാപങ്ങളാണ്, വാഴുന്ന പാപങ്ങൾ. എന്താണ് തെളിവ്? റോമാലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആകയാൽ പാപം ഇനി അതിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുമാറ് നിങ്ങളുടെ അവയവങ്ങളിൽ വാഴരുത്. ആരോടാണിത് പറഞ്ഞതെന്നറിയാമോ? രക്ഷിക്കപ്പെടാത്ത ലോകമനുഷ്യനോടല്ല പറഞ്ഞത്. ദൈവകൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തി. കാരണം റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നാനത്തിൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, പാപം ഇനിയും അതിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുമാറ് നിങ്ങളിൽ വാഴരുത്. കണ്ടോ, വാഴുന്ന പാപം. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് വസിക്കുന്ന പാപം. ഈ വസിക്കുന്ന പാപം നമ്മൾ കാണുന്നത് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലാണ്. ഇങ്ങനെ 2 പാപങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പാപത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ പറയുന്നത്, പാപത്തെ എങ്ങനെ ജയിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അതെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുക, സമാധാനമുണ്ട്. നീതീകരണത്തിന് ശേഷം സമാധാനമുണ്ട്. പക്ഷെ ഈ ഒരു സമാധാനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇല്ല. 7-ാം അധ്യായത്തിൽ പൗലോസ് എന്താ പറയുന്നതെന്നറിയോ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ജഡത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നോക്കിക്കേ, 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ കരയാൻ തുടങ്ങി, ഇല്ലേ? അതായത് നീതീകരിക്കപ്പെട്ടപ്പോൾ സമാധാനം കിട്ടി. പക്ഷേ 7-ാം അധ്യായത്തിൽ വന്ന് പ്രായോഗിക ജീവിതത്തിൽ വന്നപ്പോൾ എന്തു പറ്റി? കരയാൻ തുടങ്ങി. എന്തുവാ കരയാനുള്ള കാരണം? നന്മ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, പക്ഷേ ഒരു പാപ പ്രമാണം എന്നിലുണ്ട്. ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പാപപ്രകൃതി എല്ലാ മനുഷ്യനിലും വസിക്കുന്നുണ്ട്. അതായത് ഒരാന്തരികമായ പാപപ്രകൃതി എന്നിലും നിങ്ങളിലുമുണ്ട്. ഈ ഒരു പ്രകൃതിയാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു പ്രകൃതിയാണ്. ഇത് സജീവമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് രക്ഷിക്കപ്പെട്ട് നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാലും സജീവമായി നിലനിൽക്കുന്ന ഒരു ആന്തരികമായ പാപ പ്രകൃതിയുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ജയിക്കാനായിട്ട് പറ്റും? ഇതിനെ ജയിക്കാനായിട്ട് പറ്റുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. 1, ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതാണ്. 2, സമർപ്പിക്കുക, യഥാർത്ഥമായ ഒരു ദൈവികമായ സമർപ്പണത്തിലേക്ക് ഒരു വ്യക്തി വരിക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം. 3-ാമത്തേത്, ഏറ്റവും പരമപ്രധാനമായ കാര്യം, പരിശുദ്ധാത്മാവിന് കീഴടങ്ങി അനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ടാണ് 8-14 പറയുമ്പോൾ ആത്മാവ് നടത്തുന്ന ഏവരും, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദോസ് ഹു ആർ ബീയിങ് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതായത് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളെ നിയന്ത്രിച്ച് നടത്തിയില്ലെങ്കിൽ പാപത്തെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പല ആൾക്കാരും വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, പാപക്ഷമ നേടിയിട്ടും പാപപ്രകൃതിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, നട്ടം തിരിയുന്നവർ. അങ്ങനെ നട്ടം തിരിയാനുള്ള കാരണം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെട്ട് ഒരാത്മനിറവിൻ ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൈ കൊട്ടാനും ഡ്രം അടിച്ച് പൊട്ടിക്കാനും ഭിത്തി ഇളക്കാനും മാത്രമൊന്നുമല്ല. ഈ ആരാധനകളെക്കുറിച്ച് പറയുമ്പോൾ പുറം ലോകം പറയുന്നത് അവരുടെ ആരാധനയെന്ന് പറയുമ്പോൾ ഈ ബഹളത്തെയാണ് പറയുന്നത്. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പാപത്തെ ജയിക്കുവാൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ്. നിത്യതയ്ക്കായിട്ട് അവനെ ഒരുക്കുക എന്നുള്ളതാണ്. ദൈവിക വിശുദ്ധിയിൽ അവനെ വളർത്തുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പാപത്തെ ജയിക്കാനായിട്ട് കഴിയാതെ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്നൊരു മുഖവരയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്.
റോമാലേഖനമാണല്ലോ നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത്. റോമാലേഖനത്തിൻ്റെ 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണമാണ് വിഷയം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നീതീകരണമാണ് വിഷയം. അതായത് ഒരു വ്യക്തി യേശു ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ അവൻ ചെയ്തു പോയ പാപങ്ങൾ, ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ പാപക്ഷമ പ്രാപിക്കുന്നു. ഇത് സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പരിപാവനമായ രക്തത്താലാണ്. അതായത് യേശുവിൻ്റെ രക്തം ഒരു വ്യക്തി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും ക്ഷമിച്ച് അവനെ ദൈവസന്നിധിയിൽ നീതിമാനാക്കി നിർത്തുന്നു. പക്ഷെ അവൻ നീതിമാനായി ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ട് മാത്രം തീരുന്നതല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അതായത് അവൻ്റെ മുൻകാലത്തെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് അവൻ നീതിമാനായി തീരുന്നത് കൊണ്ട് മാത്രം തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. പിന്നീടുള്ള അവൻ്റെ പ്രായോഗിക ജീവിതം, അതായത് നീതീകരണം സംഭവിച്ചതിന് ശേഷമുള്ള ഓരോ ദിവസത്തെ പ്രായോഗിക ജീവിതത്തിൽ അവൻ വിശുദ്ധീകരണം പ്രാപിക്കണം. ഈ ഒരു വിശുദ്ധീകരണം സാധ്യമാകുന്നത് ക്രിസ്തുവിനോടുകൂടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിലൂടെയാണ് ഈ ഒരു വിശുദ്ധീകരണം. അതായത് ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ല, ഇത് കുറച്ച് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചിരിക്കുന്നു, ഞാൻ പാപത്തിൽ മരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണ്? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നാനത്തിലാണ് ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നത്. അതായത് എൻ്റെ പാപപ്രകൃതി അല്ലെങ്കിൽ എൻ്റെ പാപ സ്വഭാവങ്ങൾ മരിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരടയാളമെന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ മരിച്ചു. അതായത് ഒരു ജലകല്ലറയിൽ വെള്ളത്തിനടിയിലേക്ക് മുങ്ങുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ്. അതായത് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ഒരാൾക്ക് പോകാനും ക്രൂശിൽ കയറി മരിക്കാനും പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യണം? അവനൊരു മരണം നടക്കണം. ഈ മരണം എങ്ങനെ നടക്കും? ആദാമ്യ പാപ പ്രകൃതി മരിക്കണം. ഈ മരണം എങ്ങനെയാണ് നടക്കുന്നത്? ഈ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിലെല്ലാവരും ജീവിക്കുന്നു. ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമിനെയും നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആദാം എന്ന് പറയുന്നത് നമുക്കറിയാം, ഉൽപ്പത്തിയിൽ പാപം ചെയ്ത ആദാം. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ മരിക്കുന്നു. അവിടെയാണ് യേശുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. യേശു കാൽവറിയിൽ മരിച്ചു എന്നത് ഞാൻ വിശ്വസിച്ചതിന് ശേഷം സ്നാനമെന്ന് പറയുന്ന ഒരു ദൈവകൽപ്പന. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നാനമെന്ന് പറയുന്നത് ഒരിക്കലും പെന്തിക്കോസി ചേരാനോ ഏതെങ്കിലും വേർപെട്ട സഭകളിൽ ചേരാനോ ഉള്ളതല്ല. എനിക്ക് സ്നാനത്തെക്കുറിച്ച് പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സ്നാനമെന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരാനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്തത്, സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വരുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു കൊള്ളുക. ഒരു വ്യക്തി വിശ്വസിച്ച് വേണം സ്നാനപ്പെടുത്താൻ. ചിലർ ചോദിക്കും, ആരെയാണ് സ്നാനപ്പെടുത്തുന്നത്? കുഞ്ഞു പിള്ളേരെയാണോ സ്നാനപ്പെടുത്തുന്നത്? മുതിർന്നവരെയാണോ സ്നാനപ്പെടുത്തുന്നത് എന്നൊക്കെ സംശയങ്ങൾ ചോദിക്കും. പക്ഷെ ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം, കുഞ്ഞുങ്ങളെയുമല്ല മുതിർന്നവരെയുമല്ല, വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി വിശ്വസിച്ച് വെള്ളത്തിൽ മുങ്ങുമ്പോൾ സിംബോളിക്കാണ്. എന്താണ് അർത്ഥമെന്നറിയാമോ? യേശു ക്രിസ്തുവിനോടുകൂടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിന് 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാപപ്രകൃതി അവിടെ വെച്ച് മരിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ വെച്ച് എന്ത് ചെയ്തു? പാപത്തിൽ ആ വ്യക്തി മരിച്ച് അവൻ ക്രിസ്തുവിൽ ആയിത്തീരുകയാണ് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തിയിലുള്ള ആന്തരികമായ പാപപ്രവർത്തികൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വീണ്ടും സജീവമാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം, റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്ക് അടിമകളായി സമർപ്പിക്കരുത്. എന്താ ഈ ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത്? ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ ഞാനൊരു പുരുഷനാണ്. അപ്പം എന്നിൽ ഒരു ടെൻഡൻസി ഉണ്ട്, കുറേ പാപത്തിനുള്ള ടെൻഡൻസി ഉണ്ട്. അത് ഫിസിക്കൽ ബോഡിയുടെ വീക്ക്നെസ് ആണ്.
ഞാനപ്പം ആ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന് ഞാൻ വിധേയപ്പെടാതെ എൻ്റെ ശരീരത്തെ ഞാൻ ഇഷ്ടമുള്ളതുപോലെ അഴിച്ചു വിട്ടാൽ അത് ഇഷ്ടമുള്ളതെല്ലാം കാണും. എൻ്റെ കണ്ണിനെ ഞാൻ അഴിച്ചു വിട്ടാൽ കണ്ണിന് ഇഷ്ടമുള്ള ധാരാളം കാഴ്ചകളുണ്ട്. എൻ്റെ ഹൃദയത്തെ ഞാൻ അഴിച്ചു വിട്ടാൽ ഇഷ്ടം പോലെ ചിന്തകളുണ്ട്. അപ്പം കാരണം ഇത് പാപശരീരത്തിലാണ്. അപ്പം ഈ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് പാപം അവസരം കിട്ടുമ്പോൾ നമ്മളെ പിടിച്ചടക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെയാണ് പറയുന്നത്, എന്നിൽ വസിക്കുന്ന പാപം. ഞാൻ 2 പാപത്തെക്കുറിച്ച് പറഞ്ഞു, വാഴുന്ന പാപവും വസിക്കുന്ന പാപവും. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമർ 6:12 മുതലാണ് വാഴുന്ന പാപം. 7-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം വസിക്കുന്ന പാപം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, വസിക്കുന്ന പാപത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും? വസിക്കുന്ന പാപം, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വസിക്കുന്ന പാപം, ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. അതായത് എന്നിലും നിങ്ങളിലുമെല്ലാം ആന്തരികമായ ഒരു പാപപ്രകൃതമുണ്ട്, പാപത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇത് ആദമിൽ നിന്ന് കൈമാറി നമുക്ക് വന്നു കിട്ടിയതാണ്. അതായത് ഞാൻ പല പാപവും ചെയ്യുന്നത് ഞാൻ പാപം ചെയ്ത് പാപിയായി തീരുകയല്ല, പാപിയായതുകൊണ്ട് ഞാൻ പാപം ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കുക. പാപം ചെയ്ത് ഞാൻ പാപിയാകുകയല്ല, പാപിയായതുകൊണ്ട് ഞാൻ പാപം ചെയ്യുകയാണ്. അപ്പം ഇത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുക. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ ജയിക്കാനായിട്ട് പറ്റും? തീർച്ചയായിട്ടും ഇതിനെ ജയിക്കാൻ പറ്റും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പരാമർശം ഞാൻ നിങ്ങളോട് പറയാം വേദപുസ്തകത്തിൽ നിന്ന്. വസിക്കുന്ന പാപം എന്ന് യേശു പറഞ്ഞപ്പോൾ, വസിക്കുന്ന പാപം എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് വസിക്കുന്ന ആത്മാവെന്നാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും. അതായത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ്. യേശു പറഞ്ഞത് എന്നിൽ വസിപ്പീൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? അതായത് വസിക്കുന്ന പാപത്തെ വസിക്കുന്ന ആത്മാവിനാൽ ജയിക്കണം. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായി തീരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമാണ്. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം ആത്മനിറവിൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ നിയന്ത്രണവും നമ്മുടെ സമ്മതവുമില്ലാതെ ഒരിക്കലും ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കില്ല. ദാഹിക്കുന്ന ഏവനും വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ. ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹമില്ലാത്തവനുള്ളതല്ല, ദാഹിക്കാത്തവനുള്ളവനല്ല. പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന് മോഹം നിവർത്തിക്കത്തില്ല. ആത്മാവിനെ കെടുത്തരുത്. അടുത്തത് കൃപാവരത്തെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് സഹായകനായി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ഈ ഭാഗം വളരെ വേഗത്തിലൂടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. അന്ന് ഈ പാപത്തിൻ്റെ ഈ പ്രകൃതിയെക്കുറിച്ച് ഒന്നുകൂടെ വിവരിച്ചതിന് ശേഷം ഈ 3 കാര്യങ്ങൾ, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക, സമർപ്പിക്കപ്പെടുക, യഥാർത്ഥമായ സമർപ്പണം ഉണ്ടെങ്കിലേ പാപത്തെ ജയിക്കാൻ പറ്റുള്ളൂ. സമർപ്പിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇതാർക്കും കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഒത്തിരി ചെറുപ്പക്കാർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പാപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ധാരാളം മെസ്സേജുകൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പഴയതാണ് ആ വീഡിയോകളെല്ലാം. കണ്ണുകളിലൂടെയുള്ള പാപം, അതുപോലെ തന്നെ എന്താ പറയുന്നത്, പാപത്തിൽ രസിക്കുന്നവർ, പാപത്തെ ജയിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പുതിയ ചില ചിന്തകൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നൽകി തരട്ടെ. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.